2001 നവംബർ 9 നെയ്യാറിനോട് ചേർന്നുള്ള അമ്പൂരി എന്ന ഗ്രാമം. അവിടെ അന്ന് അതിഗംഭീരമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാത്രി ഏതാണ്ട് ഒരു 8 മണിയായി കാണും. കുരിശുമലയിൽ നിന്നും ഇടിവെട്ടുന്നത് പോലെ ഒരു ശബ്ദം കിട്ടും. അല്ല, ബോംബ് പൊട്ടുന്നത് പോലെ എന്നായിരുന്നു ആളുകൾ അഭിപ്രായപ്പെട്ടത്. അന്ന് നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ശബ്ദം അധികം ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ അല്പനേരത്തിന് ശേഷം വെള്ളം കലങ്ങി വരുന്നത് പലരും ശ്രദ്ധിച്ചു. പിന്നീട് അധിക നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല. മലയ്ക്ക് മുകളിൽ നിന്നും പടുകൂറ്റൻ പാറകളും മരങ്ങളും ചരലും മണ്ണും താഴ്വാരമാകെ മൂടി. അന്ന് താഴ്വാരത്തുണ്ടായിരുന്ന 4 വീടുകൾ അപ്രത്യക്ഷമായി. അവിടെ ജീവിച്ചിരുന്ന 39 പേർ മരണപ്പെട്ടു. അന്ന് വരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലായിരുന്നു അന്ന് സംഭവിച്ചത്. തുടർന്ന് 2018-ലും 2019-ലും 2020-ലും കേരളം ഉരുൾപൊട്ടലിന് സാക്ഷിയായിരുന്നു. 2018 ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ വാർത്തകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈയിൽ എത്ര പേർ മരണപ്പെട്ടു എന്നത് ഈ നിമിഷം വരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഓരോ നിമിഷവും മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. എന്താണ് ഇതിന് പിന്നിൽ? പ്രകൃതിയെക്കുറിച്ച് നമുക്കുള്ള അറിവില്ലായ്മയാണ്, അതോ മനുഷ്യൻ മനഃപൂർവ്വം സൃഷ്ടിച്ച ചില പ്രവൃത്തികൾ? കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. ഒരപകടം സംഭവിച്ചതിനു ശേഷം അതിന് കാരണം എന്തായിരുന്നു എന്ന് ചർച്ച ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് കാര്യം? സോഷ്യൽ മീഡിയയിൽ പലരും അങ്ങനെ വാദിക്കുന്നത് കേട്ടു. ചിലപ്പോൾ നാളെ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തിൽ നിന്നും നമുക്ക് ഈ ചർച്ച കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചാലോ? ചൂരൽമലയിലെ മനുഷ്യർ രാത്രി പാതിയുറക്കത്തിൽ കല്ലും മണ്ണും ചെളിയും വരുന്നത് കണ്ടാണ് ഉരുൾപൊട്ടലാണ് എന്ന് പോലും തിരിച്ചറിഞ്ഞത്. അതിൽ പലരും ഉറക്കത്തിൽ നിന്നും ഉണരാതെ മരണത്തിലേക്കായിരുന്നു പോയിരുന്നത്. അതിനുശേഷവും 2ാം തവണയും 3ാം തവണയും ഉരുൾപൊട്ടിയിരുന്നു. തിങ്കളാഴ്ച രാത്രി 12:30 ആദ്യമായി ഉരുൾപൊട്ടുന്നത്. ശേഷം 1:15-നും 2:30-ക്കും ഉരുൾപൊട്ടിയതായി പറയുന്നു. എന്നിട്ടും അരിശം തീരാഞ്ഞിട്ടെന്ന പോലെ രാവിലെ 7:45-നും ഉച്ചയ്ക്ക് 2:30-ക്കും വീണ്ടും ഉരുൾപൊട്ടി. അതിൽ തകർന്നു പോയത് 80ഓളം വീടുകളും 10-ലേറെ വ്യാപാര സ്ഥാപനങ്ങളുമാണ്. ചെറുതും വലുതുമായ 100ഓളം വാഹനങ്ങളും മണ്ണിനടിയിൽ അകപ്പെട്ടു. അന്ന് അർദ്ധരാത്രി ഏതാണ്ട് 12:30-യോട് ചേർന്നാണ് മുണ്ടക്കൈ ക്ഷേത്രത്തിനടുത്തു നിന്നും ഉരുൾപൊട്ടൽ ആരംഭിക്കുന്നത്. കിലോമീറ്ററുകൾ ദൂരേക്ക് ആ സ്ഫോടന ശബ്ദം കേട്ടവരുണ്ട്. ചൂരൽമലയിൽ നിന്നും താഴേക്ക് ഒഴുകുന്ന ആ ചെറിയ പുഴയിലൂടെ വലിയ പാറക്കല്ലുകളും മരങ്ങളും ചെളിയുമെല്ലാം താഴേക്ക് പതിച്ചു. വെള്ളാർമല സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരായിരുന്നു ആദ്യമായി ആ കാഴ്ച കണ്ടത്. അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനിടയിലാണ് 2ാമത്തെ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. രാത്രി 1:30. ഒന്നാമത്തേനേക്കാൾ ഭീകരമായിരുന്നു 2ാമത്തേത് എന്നാണ് സാക്ഷികൾ പറയുന്നത്. 12ഓളം വീടുകളെ തകർത്തെറിഞ്ഞാണ് അത് മുന്നോട്ടേക്ക് നീങ്ങിയത്. വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചവരായിരുന്നു അത്രേ മരണപ്പെട്ടത്. അവരുടെ മൃതശരീരങ്ങൾ മരത്തിലും പാറയിലും കോർത്ത നിലയിലായിരുന്നു. മരം മുറിച്ചും പാറ തല്ലിപ്പൊട്ടിച്ചുമാണ് ആ മൃതശരീരങ്ങൾ പുറത്തേക്കെടുത്തത്. രാവിലെ 7:30-യോടെ വീണ്ടും ഉരുൾപൊട്ടി. 250 പേരെ വളരെ കഷ്ടപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയത്. സൈന്യം വന്നതോടുകൂടി പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിന് പകരം വടം കെട്ടി ഒരുപാട് മൃതശരീരങ്ങൾ പുറത്തേക്കെടുത്തു. ഉച്ചയ്ക്ക് 2:30-ക്ക് വീണ്ടും ഉരുൾപൊട്ടിയിരുന്നു. വൈകിട്ട് ഹെലികോപ്റ്റർ വന്നതിന് ശേഷമാണ് ഒരുപാട് പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും രക്ഷിക്കാനും സാധിച്ചത്. വയനാട്ടിൽ ഇതുവരെ സംഭവിച്ചത് ഏറ്റവും ഭീകരമായ ഉരുൾപൊട്ടലുകളിൽ 5ാമത്തെ ഉരുൾപൊട്ടലാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് സംഭവിച്ചവയിൽ 3 മുണ്ടക്കൈ മേഖല ഉൾപ്പെടുന്ന വെള്ളരിമല വില്ലേജിൽ തന്നെയാണ്. കൂടാതെ കാപ്പിക്കളം, വാളാംതോട് എന്നിവിടങ്ങളിലും ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം ആളപായവും ഉണ്ടായിട്ടുണ്ട്. 1984-ലാണ് മുണ്ടക്കൈയിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. അന്ന് 11 പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 1992 കാപ്പിക്കളം ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 11 പേർ മരണപ്പെട്ടു. 2018 കുറിച്യർമലയിലും വൻ ദുരന്തം തന്നെ ഉണ്ടായി. എങ്കിലും ജനവാസമില്ലാത്ത മേഖലയായതുകൊണ്ട് തന്നെ മരണം രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു. 2019 മുണ്ടക്കൈയുടെ സമീപ പ്രദേശമായ പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായി. അതിൽ 17 പേരാണ് മരണപ്പെട്ടത്. 5 പേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല. പുത്തുമല ദുരന്തം ഇന്നും നമ്മുടെയെല്ലാം മനസ്സിലുണ്ട്.
ദൂരെ ഒരു മല മുഴുവൻ പൂത്തു നിൽക്കുന്നു. ആ മലയെ അവർ വിളിച്ചു പൂത്തമല. പിന്നീടത് പുത്തുമലയായി മാറി. എന്നാൽ ഇന്നും ഒരുപാട് പേരുടെ കണ്ണീരും രക്തവും ജീവിതവുമെല്ലാം മണ്ണാൽ മൂടപ്പെട്ട ഒരു ദുരന്ത ഭൂമി. അതോടുകൂടിയും ഒന്നും അവസാനിക്കുന്നില്ല എന്നാണ് പ്രകൃതി നമ്മെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മനോഹരമെന്ന് നമ്മൾ കരുതിയ ഒരു ഗ്രാമം ഒറ്റ രാത്രി കൊണ്ട് ഒരു ശ്മശാനമായി മാറിയ കാഴ്ച. 2019 ഓഗസ്റ്റ് 8-നാണ് അത് സംഭവിക്കുന്നത്. നമുക്കിടയിലുണ്ടായിരുന്ന 22 പേരെയും കൊണ്ട് ആ ദുരന്തം മുന്നോട്ട് പോയ ദിവസം. അതേസമയം മലപ്പുറത്തെ കവളപ്പാറയിലും ദുരന്തം സംഭവിക്കുകയായിരുന്നു. അവിടെ 59 പേരാണ് മരണപ്പെട്ടത്. 11 പേർ ഇന്നും മണ്ണിനടിയിലാണ്. ഓഗസ്റ്റ് മാസം തുടക്കം മുതൽ തന്നെ മഴ നിർത്താതെ പെയ്തിരുന്നു. ഇലക്ട്രിക് പോസ്റ്റുകളും മൊബൈൽ ടവറുകളും എല്ലാം ഇല്ലാതായതുകൊണ്ട് തന്നെ 12 മണിക്കൂറുകൾക്ക് ശേഷമാണ് അവിടെ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് ലോകമറിയുന്നത്. കണക്കുകൾ പ്രകാരം പൂർണ്ണമായും തകർന്നു പോയത് 58ഓളം വീടുകളാണ്. ഭാഗികമായി തകർന്നത് 22ഓളം വീടുകളും. ഏക്കർ കണക്കിന് കൃഷി മണ്ണിനടിയിലാവുകയും ചെയ്തു. 2020 ദുരന്തം ചെന്നെത്തിയത് ഇടുക്കിയിലേക്കായിരുന്നു. ഇടുക്കിയിലെ പെട്ടിമുടി. 2020 ഓഗസ്റ്റ് 6-ാം തീയതി രാത്രിയിലാണ് മലവെള്ളം കുതിച്ചെത്തുന്നത്. അന്ന് ആ പ്രകൃതി ദുരന്തത്തിൽ 70ഓളം ജീവനുകളാണ് നഷ്ടമായത്. 4 പേർ ഇന്നും മണ്ണിനടിയിലും. വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ രാത്രിയിൽ നടന്ന സംഭവം പുറം ലോകമറിഞ്ഞത് പിറ്റേ ദിവസം പുലർച്ചെയാണ്. പെട്ടിമുടിയിൽ നിന്നും മറ്റൊരിടത്ത് താമസിച്ചിരുന്ന കണ്ണൻദേവൻ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ പുലർച്ചെ എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. ആ കാഴ്ച കണ്ട് ഭയന്ന് കിലോമീറ്ററുകൾ താഴേക്ക് ചെന്ന് രാജമലയിലെ കണ്ണൻദേവൻ കമ്പനിയിലെ അധികൃതരോട് അയാൾ താൻ കണ്ട കാഴ്ച പറഞ്ഞു. പോലീസുകാരെയും ഫയർഫോഴ്സിനെയും കൂട്ടി അവർ ചെല്ലുമ്പോഴേക്കും 22 തൊഴിലാളികളെയും അവരുടെ ഓർമ്മകളെയും ആ ദുരന്തം ഇല്ലാതാക്കിയിരുന്നു. സംഭവ സ്ഥലത്ത് നിന്നും ഏതാണ്ട് 14 കിലോമീറ്റർ ദൂരെ നിന്നും വരെ മൃതശരീരങ്ങൾ കണ്ടെടുത്തിരുന്നു. കേരളം ഇന്ന് വരെ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വാർത്തകളിലൂടെ നമ്മളിപ്പോൾ അറിയുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴും പലപ്പോഴും പറയുന്നൊരു വിഷയമുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള തിരിച്ചടിയാണ് പ്രകൃതി ദുരന്തം എന്ന്. പൂർണ്ണമായും അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എങ്കിലും പറയേണ്ട ഒരു വിഷയമുണ്ട്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിലും അതിൽ ചിലത് അശാസ്ത്രീയം തന്നെയാണ് എന്ന് അംഗീകരിക്കേണ്ടതുണ്ട്. പശ്ചിമഘട്ടം ആകെ തകർന്നിരിക്കുകയാണ്. ഇനിയും നടപടിയെടുത്തില്ല എങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും ആവശ്യമില്ല. 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവനോടെ കാണും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. 2013 മാധവ് ഗാഡ്ഗിൽ പങ്കുവച്ചത് എന്ന രീതിയിൽ നമുക്കിടയിൽ ചില വാക്കുകൾ പ്രചരിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹത്തെ ഒരുപാട് പേർ പരിഹസിച്ചിരുന്നു. ഇന്നും ഇത്തരം പോസ്റ്റിന് താഴെ അത്തരം പരിഹാസങ്ങൾ കാണാനും സാധിക്കും. അവർ പറയുന്നൊരു വാദം ആഗോള താപനവും അതുമൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമാണ് വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്നാണ്. ആ വാദത്തെയും അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രകൃതിക്ക് വേണ്ടി വാദിക്കുന്നവരിൽ എത്ര പേർ ഇന്നത്തെ കൺസ്ട്രക്ഷൻ രീതികൾ വേണ്ട എന്ന് വയ്ക്കുന്നുണ്ട്? അവരിൽ എത്ര പേർ പെട്രോൾ, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്? ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് എങ്കിൽ അത് 2 തോണിയിൽ കാല് വെച്ച് മുന്നോട്ട് പോകുന്നത് പോലെയാണ്. എത്ര ചെറിയ പ്രവൃത്തിയാണെങ്കിലും ശരി, നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മളും പ്രകൃതിയെ ഉപദ്രവിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ ദുഃഖമുണ്ട് എന്നറിയിച്ച് മാധവ് ഗാഡ്ഗിലും രംഗത്ത് വന്നിരുന്നു. കേരളത്തിൽ സംഭവിക്കുന്ന നിയന്ത്രിതമല്ലാത്ത നിർമ്മാണ പ്രവർത്തികൾക്കെതിരെ 13 വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ റിപ്പോർട്ട് ശ്രദ്ധിക്കാതിരിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, മേപ്പാടി, നൂൽപ്പുഴ എന്നീ മേഖലകൾ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടും. എന്നാൽ അന്നത്തെ സർക്കാർ അത് തള്ളുകയും മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിക്കുകയുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകൃതിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾക്കെല്ലാം പിന്നിൽ മനുഷ്യന്റെ പ്രവൃത്തികളാണ് എന്നൊരു വാദം എനിക്കില്ല. ഉരുൾപൊട്ടലിന് കൃത്യവും ശാസ്ത്രീയവുമായ വിശദീകരണങ്ങളുണ്ട്. ശക്തമായ മഴയിൽ ജലത്തിന്റെ മർദ്ദത്തിൽ ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉയർന്ന പ്രദേശത്തുള്ള പാറകളും കല്ലുകളും മരങ്ങളും എല്ലാം താഴേക്ക് പതിക്കുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ചിലത് മലകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും തന്നെയാണ്. അവ മണ്ണിൻ്റെ ഘടനയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. മലകളിൽ നിന്നും താഴേക്കുള്ള നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ
വെള്ളം കെട്ടിനിന്ന് മണ്ണിലേക്ക് ഇറങ്ങി സ്വാഭാവിക ഘടനയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. മഴയുടെ ഘടനാമാറ്റവും ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന അതിതീവ്രതയും എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത് കേരളത്തിൻ്റെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. മരങ്ങളും വേരുകളും ഉരുൾപൊട്ടലിനെ തടയുന്നു എന്ന് ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ മരങ്ങൾ ഇല്ലാതാകുമ്പോഴും ഉരുൾപൊട്ടലിനുള്ള സാധ്യതയും കൂടുന്നു. പ്രകൃതി ദുരന്തങ്ങളെല്ലാം മനുഷ്യൻ്റെ പ്രവൃത്തികൾ കാരണമാണ് എന്ന് പറയുന്നതിനോട് യോജിക്കുകയല്ല. പക്ഷേ മനുഷ്യൻ്റെ ചില പ്രവൃത്തികൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. 2018 പ്രളയത്തിന് ശേഷം മലയാളി ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയുണ്ട് ഓരോ മഴക്കാലത്തും. പ്രകൃതി ദുരന്തം എന്ന ഭയം. ഉരുൾപൊട്ടുമോ, വെള്ളപ്പൊക്കമുണ്ടാകുമോ, മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭയം. എത്രയൊക്കെ വെള്ളം വന്നാലും മണ്ണിന് അത് താങ്ങാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. അതിനൊരു പരിധിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ ജലത്തെ താങ്ങി നിർത്താൻ മണ്ണിന് സാധിക്കില്ല. സോയിൽ പൈപ്പിംഗ് എന്നൊരു പ്രതിഭാസമുണ്ട്. ഒരു തരത്തിൽ നമ്മൾ ഇന്നീ കാണുന്ന ദുരന്തങ്ങൾക്കെല്ലാം കാരണം ആ പ്രതിഭാസം. മേൽഭാഗത്ത് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല എങ്കിലും കുന്നിൻ്റെ അടിഭാഗത്ത് നിന്നും തുരങ്കം പോലെ വെള്ളവും മണ്ണും കല്ലും ഒഴുകിപ്പോവുകയും മേൽഭാഗത്ത് മണ്ണ് മാത്രം ഇരിക്കുകയും പിന്നീട് മഴയിൽ ഒറ്റയടിക്ക് അടിയിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഈ അപകടമുണ്ടായ സ്ഥലങ്ങളിലെല്ലാം മുൻപും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അന്ന് ഭൂമി വിണ്ടുകീറിയിരിക്കാനും പിന്നീട് ശക്തമായ മഴയിൽ മണ്ണ് താഴേക്ക് ഒഴുകിയെത്തിയതാവാനും സാധ്യതയുണ്ട്. ഈ പറഞ്ഞതൊന്നും ഇല്ല എങ്കിലും 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള ഭൂമി എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുള്ള ഭൂമിയാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മളിപ്പോൾ കാണുന്ന വലിയ പാറക്കെട്ടുകളിൽ അതിന് ഏതാണ്ട് 300 കോടി വർഷങ്ങൾ പഴക്കമുണ്ടാകും. എന്നാൽ അതിന് മുകളിലുള്ള 1 മീറ്ററോളം കനമുള്ള മണ്ണിന് കഷ്ടിച്ച് 10,000 വർഷം മാത്രമേ പഴക്കമുണ്ടാവൂ. അതുകൊണ്ട് തന്നെ ശക്തമായൊരു മഴ വന്നാൽ അത് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നു. കേരളത്തിലെ ഭൂപ്രദേശത്തിൽ 13% എപ്പോൾ വേണമെങ്കിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. 2018 സംഭവിച്ച അതിശക്തമായ മഴ ഇതിൻ്റെ സാധ്യത 4% വർദ്ധിപ്പിച്ചത്. ഇതിൽ നിന്നും കേരളത്തെ സംരക്ഷിക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ശരിയാണ്, മനുഷ്യൻ്റെ പ്രവൃത്തികളല്ല പ്രകൃതി ദുരന്തത്തിന് കാരണം. എന്നാൽ മനുഷ്യൻ്റെ ചില പ്രവൃത്തികൾ ഒന്ന് നിയന്ത്രിച്ചാൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കാണാൻ പാകത്തിനെങ്കിലും കേരളത്തെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും. അതുവരെ.